മോഹൻലാൽ എന്ന താരത്തെ മികച്ച രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന നെഗറ്റീവ് എന്താണെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. മോഹൻലാൽ എന്ന താരത്തെ ആരാധകരും പ്രേക്ഷകരും എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ പല സിനിമകൾക്കും ആ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ചില സിനിമകളുടെ ക്യാമിയോകൾ തന്നെയാണ്. ക്യാമിയോ പോലും ശരിയായില്ലെങ്കിൽ ആ ചിത്രത്തിന് അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ക്യാമിയോ ശരിയായാൽ ആ ചിത്രത്തിന് അത് വലിയ ഗുണവും ചെയ്യാറുണ്ട് എന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പലരും ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞുകൊണ്ട് സിനിമാ മേഖലയിലെ ആൾക്കാരും അതിനോടൊപ്പം തിയേറ്റർ ഓണേഴ്സും ഒക്കെ എത്തിയപ്പോഴാണ് കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കാൻ ഇടയായതും. കാരണം അവർക്കാണല്ലോ സിനിമയുടെ റണ്ണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ അറിയുന്നത്. ഒരു സൂപ്പർ സ്റ്റാറിനെയോ അല്ലെങ്കിൽ പ്രേക്ഷകർ തീരെ പ്രതീക്ഷിക്കാത്ത വലിയ താരമൂല്യമുള്ള അഭിനേതാവിനെയോ ക്യാമിയോ കഥാപാത്രമായി കൊണ്ടുവന്ന് സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിക്കുന്ന ട്രെൻഡ് ഇന്ന് സിനിമകളിൽ കണ്ടുവരുന്ന ഒന്നാണ്. സിനിമകളിലെ ഇത്തരത്തിലുള്ള ക്യാമിയോ ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഷെനായ്സ് തിയേറ്റർ ഉടമ സുരേഷ് ഷെനായ്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. സിനിമകളിൽ ക്യാമിയോ റോളുകൾ കൊണ്ടുവരുന്ന ട്രെൻഡ് പണ്ടുമുതലേ ഉള്ളതാണെന്നും ഈ അടുത്ത കാലത്ത് അത് കുറച്ചധികമാണെന്നും പറയുകയാണ് സുരേഷ് ഷെനായ്. എന്നാൽ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തിന് നൽകുന്ന അത്ര തന്നെ പ്രാധാന്യം ക്യാമിയോ റോളുകൾക്കും നൽകിയാൽ മാത്രമേ ആ കഥാപാത്രം വിജയിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അത്യാവശ്യം താരമൂല്യമുള്ള ഒരു നടനെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്ന് സിനിമയ്ക്ക് വലിയ സ്വീകാര്യത നൽകുന്ന ട്രെൻഡ് ഇന്നു മുതലല്ല പണ്ട് മുതലേ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇത്തരം ക്യാമിയോകൾ കുറച്ചധികമാണ്. എങ്കിലും ക്യാമിയോ റോളുകൾ എപ്പോഴും വിചാരിക്കുന്നത് പോലെ ക്ലിക്ക് ആകണമെന്നില്ല. സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിന് നൽകുന്ന അത്ര തന്നെ പ്രാധാന്യം ആ ക്യാമിയോയ്ക്കും നൽകുകയും സ്ക്രീൻ ടൈം കുറവാണെങ്കിൽ പോലും അതിനെ മികച്ച രീതിയിൽ പ്ലേസ് ചെയ്യുകയും ചെയ്താൽ അത് വലിയ വിജയമാകും. ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ക്യാമിയോ കഥാപാത്രങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് സുരേഷ് ഷെനായ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: സിനിമയിൽ മോഹൻലാലിന്റെ ക്യാമിയോ റോളുകൾ ശരിക്കും ഉപയോഗിക്കണം. മോഹൻലാലിന്റെ ഇത്തരം റോളുകളിൽ ഏറ്റവും മികച്ച ഒരു ക്ലാസിക് ഉദാഹരണം പറയാവുന്നത് ജയിലർ എന്ന ചിത്രമാണ്. കാരണം ജയിലറിൽ 3-4 സൂപ്പർ സ്റ്റാർ നടന്മാർ വേറെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്തത് മോഹൻലാലിന്റെ മാത്യൂസ് എന്ന കഥാപാത്രത്തെയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ക്യാമിയോകൾ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ല കളക്ഷനും ഫലവും ലഭിക്കും. സുരേഷ് ഷെനായുടെ വാക്കുകളായിരുന്നു ഇത്. എന്നാൽ ക്യാമിയോ റോൾ ഏറ്റവും മോശമായി അവതരിപ്പിച്ച സിനിമ പേട്രിയോട്ട് ആണെന്ന് തുറന്നു പറയുകയുമാണ് സുരേഷ് ഷെനായ്. അതേസമയം ഈ അടുത്ത കാലത്ത് കൃത്യമായ സ്ക്രീൻ ടൈമും പ്രാധാന്യവും നൽകി ക്യാമിയോ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ സമയം നൽകിയിട്ടും വളരെ മോശമായി ക്യാരക്ടർ ഡെവലപ്മെന്റ് യാതൊരു പ്രാധാന്യവും നൽകാതെ ചെയ്ത ഒരു പടമായിരുന്നു പേട്രിയോട്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ ക്യാമിയോകൾ അവതരിപ്പിക്കുകയും വിജയമാകുകയും ചെയ്തത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആ സിനിമകൾ വെറുമൊരു വോയിസ് ഓവർ കൊണ്ട് മാത്രമല്ല, സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത ഓരോ ക്യാമിയോയും കൃത്യമായ സ്ക്രീൻ ടൈമോട് കൂടിയാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് സിനിമയിൽ നന്നായി വർക്കായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനിയിപ്പോൾ പറയാനുള്ളത് മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുന്ന വരാൻ പോകുന്ന പല സിനിമകളുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ജയിലറിന്റെ 2ാം ഭാഗം തന്നെയാണ്. അതെന്തായാലും ഗംഭീരമായി തന്നെ പ്രസന്റ് ചെയ്യുമെന്ന് ഓരോ മലയാളികൾക്കും അറിയാം. കാരണം ആദ്യ ഭാഗത്തിൽ എന്താണോ നമുക്ക് തന്നത് അതിന്റെ ഡബിൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനം ജയിലർ 2-ൽ ഉണ്ടാകും. അത് ഉറപ്പിക്കാമല്ലോ. കാരണം നെൽസൺ ദിലീപ് കുമാറും അനിരുദ്ധുമാണ് മോഹൻലാലിന്റെ മാത്യൂസിന്റെ ബാക്കിലുള്ളത്. പിന്നെ ഉള്ളത് സാക്ഷാൽ ഖലീഫയാണ്. ഖലീഫയിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുന്ന രീതി ഗംഭീരമാണെങ്കിൽ ആ ചിത്രത്തിന് അത് വലിയ ഗുണം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കിടക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ തുടക്കം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ക്യാമിയോയെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. മോഹൻലാലിന്റെ ക്യാമിയോ പ്രസന്റ് ചെയ്തൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ അതിലെ ചില പോരായ്മകളെ പ്രേക്ഷകർ എടുത്തു കാണിച്ചിരുന്നു. അതിലുമുണ്ട് ചില കാര്യങ്ങൾ. പ്രസന്റ് ചെയ്യേണ്ട രീതിയും ടൈമിങ്ങും ഒക്കെ ഗംഭീരമായിരിക്കണമെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ ചിത്രത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാമിയോ ആയിരിക്കണം. മോഹൻലാലിന്റെ പണ്ട് മുതലേ ഉള്ള ക്യാമിയോകൾക്കൊക്കെ വലിയ രീതിയിൽ കയ്യടികൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സിനിമ മുഴുവൻ തന്നെ ക്യാമിയോ കഥാപാത്രത്തിന്റെ ഒപ്പം പോയ കഥകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഖലീഫയാണ് വരാനുള്ളത്. അതിൽ ഗംഭീരമായാൽ അത് ആ ചിത്രത്തിന് തന്നെ ഗുണം ചെയ്യും. അതിനുശേഷം ജയിലർ 2-ൽ ഗംഭീരമായി വന്നാൽ അതും കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത. പിന്നെ കത്തനാർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ വരവ് ഒരു ക്യാമിയോ റോളിൽ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതും സംഭവിച്ചാൽ ആ ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഇനിയും ഒരുപാട് ക്യാമിയോകളുമായി മോഹൻലാൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ആ മോഹൻലാൽ ക്യാമിയോ ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.